ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സ്നാക്സ് തയ്യാറാക്കാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 നേന്ത്രപ്പഴമാണ്. അപ്പോൾ ചെറുതായതുകൊണ്ടാണ് 3 എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ 2 മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് വേവിക്കണം. ആ ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. ഞാനിവിടെ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചതൊന്നുമല്ല. ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത്ര ടേസ്റ്റ് കിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ പഴത്തിന് മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് ഏകദേശം 1 മിനിറ്റോളം നമുക്കൊന്ന് വറുത്തെടുത്താൽ മതി. കൂടുതലായിട്ട് വറുത്തെടുക്കണ്ട, 1 മിനിറ്റ് മാത്രം ഒന്ന് വറുത്തെടുത്താൽ മതി. നമ്മൾ കൂടുതൽ നേരം വറുത്തെടുക്കുമ്പോൾ ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റ് നേരം മാത്രം ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ അതിവിടെ ആയിട്ടുണ്ട്. അപ്പോൾ അത്ര മതി. ഇന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ പഴം ഞാൻ നല്ലപോലെ ഒന്ന് ഉടച്ചൊന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ചെറിയൊരു ബോൾ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന അത്ര മതി. എന്നിട്ട് കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഒട്ടി പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒന്ന് ഓയിൽ തേച്ച് കൊടുക്കാം. അതുപോലെ തന്നെ പഴം കുഴച്ചെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണെങ്കിൽ അതിലേക്ക് 1-2 ടീസ്പൂണ് അരിപ്പൊടി ഇട്ടിട്ടൊന്ന് കുഴച്ചിട്ടൊന്ന് സെറ്റാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മളിതാ കയ്യിൽ വെച്ച് പരത്തിയതിന് ശേഷം അതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ ഫില്ലിങ്സാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇനി അത് മുഴുവനായിട്ട് നല്ലപോലെ ഒന്ന് കവർ ചെയ്തിട്ട് അങ്ങനെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷേപ്പിൽ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതാകുമ്പോൾ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. നല്ല പഴുത്ത പഴം എടുക്കുകയാണെങ്കിൽ അത് എന്തായാലും നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നല്ല ലൂസായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് ടൈറ്റാക്കി എടുക്കേണ്ടത്. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതിലേക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു ബാറ്റർ നമ്മൾ തയ്യാറാക്കുന്നത് പഴംപൊരിക്ക് തയ്യാറാക്കുന്ന ബാറ്ററിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടാണ്. ഇനി നിങ്ങൾക്ക് മൈദക്ക് പകരം ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഗോതമ്പ് പൊടിയാണെങ്കിൽ ഒന്നും കൂടി ഹെൽത്തി ആയിരിക്കും. അപ്പോൾ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാൻ ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ പഴത്തിൻ്റെ ആ ഒരു റോള് നമ്മൾ ബാറ്ററിൽ മുക്കിയിട്ട് നല്ലപോലെ ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു കയ്യിൽ വെച്ചിട്ട് അതിൽ സ്പൂൺ വെച്ചിട്ട് അങ്ങനെ കോരിയിട്ട് കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലിടാതെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതാ ഒരു സൈഡ് കളർ മാറിയിട്ടുണ്ട്. നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് തന്നെ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ആ ഒരു വശം നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടണം. അരിപ്പൊടി ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറം വശത്തുള്ള ആ ഒരു കോട്ടിങ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അത് 2 വശവും നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നതാണ് നല്ലത്. കാരണം ഒന്നും കൂടി കളർ മാറിയിട്ടുണ്ടെങ്കിൽ പഴമാണ് ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ എത്ര മതി, നമുക്കിനി എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. ഈ ഒരു ഷേപ്പിൽ നമ്മൾ തയ്യാറാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഇനി നമ്മൾ ബോൾസ് ആക്കിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഓയിലിൻ്റെ ആവശ്യം വരും.
അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്നാക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്നാക്സാണ്, അതുപോലെ തന്നെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്സ് ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. ഉള്ളിലൊക്കെ ഫില്ലിങ്സൊക്കെ വെച്ചുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.